നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ തൗഹീദ് ഒരിക്കലും നമ്മൾ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മരിക്കും വരേക്കും നമ്മളിൽ ഈ തൗഹീദ് അങ്ങനെ തന്നെ മാറാതെ നിലനിൽക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. ഖിയാമത്ത് നാളിന് ശ്രദ്ധിച്ചോ, തൗഹീദുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. ഹദീസുകളിലും ഖുർആന്റെ ആയത്തുകൾക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. 3 വിഭാഗം ആളുകൾ, സ്വർഗക്കാർ 3 വിഭാഗം ആളുകൾ. ഒന്ന്, അതിനെ പണ്ഡിതന്മാർ അസ്ലു തൗഹീദ് എന്നാ പറയാം. തൗഹീദിന്റെ ഏറ്റവും മിനിമം അവസ്ഥയിലേക്ക് എത്തിയ ആൾ, അതിന് ഏറ്റവും പൂർത്തീകരിക്കേണ്ട ഏറ്റവും ചെറിയ ലെവലിലേക്ക് എത്തിയവർ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിലേക്ക് എത്തും, എന്നെങ്കിലൊക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. അതിന് സംശയമൊന്നുമില്ല. തൗഹീദുള്ള ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല. പക്ഷേ അയാൾ നരകത്തിൽ കടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നരകത്തിൽ കടക്കാം, നരകത്തിൽ ഒരുപാട് കാലം കിടന്നേക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ആയി അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവസാനം സ്വർഗത്തിലേക്ക് എത്തും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർക്ക് സ്വർഗത്തിൽ കടക്കാം, നരകത്തിൽ കടക്കാതെ, പക്ഷെ അവർക്ക് വിചാരണ നേരിടേണ്ടി വരും. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർക്ക് എന്തില്ല, വിചാരണയുമില്ല, ശിക്ഷയുമില്ല. വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ കാറ്റഗറി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ കാറ്റഗറി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. എന്നുവെച്ചാൽ വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, വളരെ കുറച്ച്. ഈ ഉമ്മത്തിൽ തന്നെ കുറച്ച് ആളുകൾ മാത്രം, ഏറ്റവും മൈനോരിറ്റിയാണ്. പിന്നെ കുറച്ചുകൂടി കൂടുതലുള്ള ആളുകളാണ് ആര്, വിചാരണ കഴിഞ്ഞ് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കുന്ന ആള്. അതിനേക്കാൾ കൂടുതലാണ് ആര്, വിചാരണയും ശിക്ഷയും, ശിക്ഷ കിട്ടോ ഇല്ലയോ റബ്ബ് തീരുമാനിക്കും, പക്ഷെ ശിക്ഷയ്ക്ക് അർഹരായ രൂപത്തിൽ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുകയും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിനേക്കാൾ കൂടുതലാണ്.